ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഖജനാവ് നിറഞ്ഞു കവിയുകയാണ്. 3112 കോടി രൂപ സംഭാവന ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്ക് ശേഷവും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ 82% ബി.ജെ.പിക്കാണ് ലഭിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 18% മാത്രമാണ് മറ്റു പാർട്ടികൾക്ക് ലഭിക്കുന്നത്. 2024-25 തിരഞ്ഞെടുപ്പ് ട്രസ്റ്റുകൾ കോൺഗ്രസിന് 299 കോടി രൂപയും മറ്റെല്ലാ പാർട്ടികൾക്കും ആകെ 400 കോടി രൂപയും മാത്രമാണ് സംഭാവനയായി നൽകിയിട്ടുള്ളത്. പ്രുഡന്റ് ഇലക്ഷൻ ട്രസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആകെ നൽകിയ 2668 കോടി രൂപയിൽ 2180 കോടി രൂപ ബി.ജെ.പിക്കാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 2023-24 ബി.ജെ.പിക്ക് ലഭിച്ച ആകെ 3976.14 കോടി രൂപയിൽ 1685.62 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയാണ് ലഭിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എപ്സ്റ്റീന്റെ പുറത്തു വന്ന ഫോട്ടോകളിൽ ഒരു ഇന്ത്യൻ നേതാവിന്റെയോ വ്യവസായിയുടെയോ ചിത്രമില്ല എന്നുള്ളതും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. US നീതിന്യായ വകുപ്പ് എന്തോ മറച്ചുവെക്കുന്നുണ്ടെന്ന് ഹൗസ് ഓവർസൈസ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റുകളും ഇതേ തുടർന്ന് ആരോപിക്കുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും പദ്ധതി റദ്ദാക്കുകയും ചെയ്തു. എന്നിരുന്നാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും സംഭാവനകൾ ലഭിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ നിർത്തലാക്കിയതിനു ശേഷമുള്ള സാമ്പത്തിക വർഷത്തിൽ 9 ഇലക്ട്രൽ ട്രസ്റ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്കാകെ 3811 കോടി രൂപ സംഭാവന നൽകി. അതിൽ ബി.ജെ.പിക്ക് മാത്രം കൂടുതൽ സംഭാവന ലഭിച്ചത് 3112 കോടി രൂപയാണ്. ഇത് മൊത്തം സംഭാവനയുടെ 82%. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 19 തിരഞ്ഞെടുപ്പ് ട്രസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 13 രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ സംഭാവനകളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. ഈ ട്രസ്റ്റുകൾ 9 ട്രസ്റ്റുകൾ 2024-25 വർഷത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആകെ 3811 കോടി രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ട് അനുസരിച്ച് ജൻഹിത് പരിവർത്തൻ, ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്നീ 4 ട്രസ്റ്റുകൾ 2024-25 വർഷത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംഭാവന നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മറുവശത്ത് പ്രുഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് ബി.ജെ.പിക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ബി.ജെ.പിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 3976 കോടി രൂപയാണ് 2024-25 വർഷങ്ങളിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതിന് ശേഷം എപ്സ്റ്റീൻ ഫയൽസിൽ നിന്നും വ്യവസായികളുടെ പേര് നീക്കാനായിട്ടാണ് ബി.ജെ.പിക്ക് ഈ സംഭാവന കൊടുത്തത് എന്ന അർത്ഥശൂന്യമായിട്ടുള്ള ആരോപണം പല രാഷ്ട്രീയ പാർട്ടികളും ഇതേ തുടർന്ന് ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഒരു ഫയൽസ് പുറത്തു വന്നു. നരേന്ദ്രമോദി പോലും ആ ഫയൽസിനകത്തുണ്ടെന്നാണ് സഞ്ജയ് റാവത്ത് അടക്കം പറഞ്ഞത്. പക്ഷേ ആ ഫയൽസ് പുറത്തു വന്ന ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം തന്നെ ചീറ്റിപ്പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.